രാജ്യത്തെ തെരുവുനായ പ്രശ്നം പരിഹരിക്കാൻ സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാന നിർദ്ദേശങ്ങൾ വന്നിരിക്കുകയാണ്. അക്രമകാരികളായ നായകളെ കൊല്ലാനുള്ള അനുമതിയാണ് അതിൽ ഏറ്റവും പ്രധാനം. തെരുവുനായകൾക്കെതിരെ നടപടിയെടുക്കുന്ന മുനിസിപ്പൽ ജീവനക്കാർക്ക് നിയമപരമായ സംരക്ഷണം നൽകാൻ ഉത്തരവായിട്ടുണ്ട്. ABC പദ്ധതി കൃത്യമായി നടപ്പിലാക്കണം. ഓരോ ജില്ലയിലും ഒരു ഷെൽട്ടറെങ്കിലും വേണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിക്കുന്നുണ്ട്. പ്രമോദ്, ഇത് ഏറെക്കാലമായി നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ തെരുവുനായ പ്രശ്നം. തെരുവുനായകളുടെ കടിയെക്കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം നമ്മുടെ ചാനലൊക്കെ കൊടുക്കേണ്ടി വരുന്നുണ്ട്. അതിലൊരു കൃത്യമായ നയം അല്ലെങ്കിൽ തീരുമാനം, നിയമം ഒക്കെ ഉണ്ടാകുന്നില്ല എന്നുള്ള പ്രശ്നമാണ് ഉണ്ടായിരുന്നത്. നായകളെ കൊല്ലാമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അക്രമകാരികളായ നായകളെ. അപ്പോൾ അതിലൊരു തീരുമാനം വന്നിരിക്കുന്നു. അക്രമകാരികളായ നായകളെ കൊല്ലാം, അവയെ ഇല്ലാതാക്കാം എന്നുള്ള തീരുമാനം വന്നിരിക്കുന്നു സുപ്രീം കോടതിയിൽ. അപ്പം ഇത് നമ്മുടെ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരമാണോ? അല്ല നൗഫൽ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നാളെ മുതൽ തെരുവുനായകളെ തെരുവിലിട്ട് തല്ലിക്കൊല്ലാനുള്ള ഒരു ഉത്തരവല്ല കേട്ടോ. അങ്ങനെ ഒരു സംഗതി, ഇതിനെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണ വന്നു കഴിഞ്ഞാൽ വലിയ അപകടം. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല കോടതി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ABC കൃത്യമായി നടപ്പാക്കുക, അതിനാവശ്യമായിട്ടുള്ള സെൻറ്ററുകൾ ഉണ്ടാക്കൂ, നിങ്ങൾ ഫലപ്രദമായ രീതിയിൽ, അതായത് അത് ഇത്രയും കാലത്ത് അതിനകത്തൊരു ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടായിട്ടേയില്ല. അതിൽ വളരെ അലസ മനോഭാവമാണ് ഈ കേരളത്തിൽ മാത്രമല്ല രാജ്യത്തൊട്ടാകെ. അതാണ് സുപ്രീം കോടതി പറയുന്നത്. അപ്പോൾ അത് ഫലപ്രദമായി നടപ്പാക്കാനുള്ള നടപടികൾ നിങ്ങൾ എടുക്കൂ എന്നാണ് ബേസിക്കലി ഇന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ രോഗം മാറാത്ത പട്ടികൾ, വളരെ ഭയങ്കര അക്രമകാരികളായതും അതുപോലെ തന്നെ പേവിഷബാധയുള്ള പട്ടികൾ. ഈ പട്ടികളെ നിങ്ങൾക്ക് യുത്തനാസിയ ചെയ്യാം, ദയാവധം ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ തെരുവിലിട്ട് ഇതിനെ നാളെ മുതൽ തല്ലിക്കൊല്ലാം എന്ന് പറഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഇനി അതുപോലെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കേസാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഇതിനകത്ത് ABC റൂൾസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അങ്ങനെ ആനിമൽ റൂൾസ് അഗൻസ്റ്റ് ക്രൂവൽറ്റി അഗൻസ്റ്റ് ആനിമൽസ് എന്ന് പറയുന്ന സാധനം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് 71 നിയമം. അതിന് അനുസരിച്ച് മാത്രമാണ് ABC റൂൾസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് വെച്ചിട്ട് അങ്ങനെയെങ്കിൽ ഈ ഉത്തരവിൽ എന്താണ് ഒരു പുതുമ? ഇതെന്ന് വെച്ചാൽ ഈ നേരത്തെ ഉള്ള ഉത്തരവ് തടയാൻ വേണ്ടി മൃഗസ്നേഹികൾ കൊടുത്ത അപ്പീൽ തള്ളുകയാണ് ചെയ്തിരിക്കുന്നത്. ഉത്തരവ് തുടരുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ ഉത്തരവ് തുടരും. അതിനോടൊപ്പം വിശദീകരിച്ച് പറഞ്ഞതിലാണ് ഈ കാര്യമുള്ളത്. ദയാവധത്തിന് ഇരയാക്കാമെന്നുള്ളതാണ്. അത് അതിനേതായിട്ടുള്ള ദയാവധത്തിനോ സാധ്യതയുണ്ടോ സാറേ? ഭരണകൂടങ്ങൾ തന്നെ മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ല, ഇത് ലീഗലായിട്ട് ലീഗൽ മാർഗങ്ങൾ നിങ്ങൾക്ക് സ്വീകരിക്കാതെ ഇല്ലാതാക്കാൻ. അത് എങ്ങനെയുള്ള അക്രമകാരിയാണെന്ന് നമ്മളെ കടിക്കാൻ ഓടി വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു പട്ടി അക്രമകാരി ആവണമെന്നില്ല. അതിനുള്ള ഡെഫിനേഷൻ ഉണ്ട്. ഞാനിത് പറയുന്നത് നമ്മൾക്ക് സുപ്രീം കോടതി പ്രകടിപ്പിച്ച ആ വലിയ ആശങ്കയുണ്ട്. ഇത് നടക്കുന്നിടത്തും പോകുന്നിടത്തും ബസ് സ്റ്റാൻഡിലും അവിടെയും ഇവിടെയും സർവ്വയിടത്തും തെരുവ് പട്ടികളുടെ ഭീഷണിയുണ്ട്. ആർട്ടിക്കിൾ 21 ഇത് കണക്ട് ചെയ്ത്, അതായത് എനിക്ക് ജീവിക്കാനുള്ള അവകാശം, അതാണ് ഏറ്റവും പ്രധാനം. ജീവിക്കാനും സഞ്ചരിക്കാനുമുള്ള അവകാശത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുമായിട്ടാണ് ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് അതിന് തടസ്സം വരുന്ന രീതിയിലുള്ള ഒരു സംഗതി ഉണ്ടാവുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് അതിന് ലീഗലായിട്ട് പെർമിസിബിൾ ആയിട്ടുള്ള സംഗതികളിലേക്ക് പോകാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഉത്തരവിനെ നമ്മൾ പെട്ടെന്ന് ദുർവ്യാഖ്യാനിച്ച് നാളെ മുതൽ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതേസമയം തന്നെ വേണമെങ്കിൽ സർക്കാരുകൾക്ക്, അതും സർക്കാർ മാത്രമല്ല NHAI പോലുള്ള അതോറിറ്റികൾക്കും ഒക്കെ നിർദ്ദേശം പോയിട്ടുണ്ട്. എവിടെയൊക്കെയാണ് ഇതിനെ കാണുന്നത്, തെരുവിൽ കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതിനെ കാണാത്തിടത്തേക്ക് മാറ്റി അതിനെ അവിടെ വെച്ച് മാത്രം അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുകയോ അവയെ വന്ധ്യീകരിക്കുകയും അവയെ റീപ്രൊഡക്ഷനിൽ നിന്ന് ഒഴിവാക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടികളിലേക്ക് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ. യെസ്, അങ്ങനെയാണ്. അങ്ങനെ സുപ്രീം കോടതി വിധിയെ കൃത്യമായി വായിച്ചെടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക്